లేదు సార్, ఎల్లుండి వస్తారు. నిజమాండి, തപ്പോണ്ട് വస్తారు. ആന്ധ്രന്ന് റെഡിയാ. വരുന്ന 15 മിനിറ്റ് ഒരു സോങ് വെച്ചിരിക്കുക. എനിക്കൊന്നും അറിയാൻ മേല, ഓരോ ചടങ്ങ് പിടിച്ച്. എന്തായി സാറേ, നേരം കുറെ ആയല്ലോ. ഇപ്പൊ അങ്ങനെ കഴിയുമോ? കഴിയുമ്പോ അറിയിക്കും. ഓ, ഇതാ ASP നമുക്കിട്ട് പണി തന്ന, ശരിക്കും പണി തന്ന. ചാച്ചൻ ഇടയ്ക്കൊക്കെ മോളെ സ്കൂളിൽ വന്ന് കാണാറുണ്ടായിരുന്നുവെന്ന് അമ്മയ്ക്കും അമ്മാച്ചനും അറിയായിരുന്നു? ഇല്ല, അവരത് അറിയരുതെന്ന് ചാച്ചൻ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നതാ. ഒരിക്കൽ മോള് ചാച്ചൻ ഒരു ലെറ്റർ എഴുതിയിരുന്നില്ലേ? അമ്മയും അമ്മാച്ചനും കൂടെ ചേർന്ന് മോളെ നിർബന്ധിപ്പിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കാൻ പോവാന്നും ചാച്ചൻ വന്നത് എങ്ങനെയും തടയണമെന്നൊക്കെ പറഞ്ഞ് എഴുതിയിരുന്നു. ആ ലെറ്റർ കിട്ടിയ ശേഷം ചാച്ചൻ വന്ന് കണ്ടിരുന്നു മോളെ? കണ്ടിരുന്നു. എന്നെ വിട്ടുകിട്ടാൻ വേണ്ടി ചാച്ചൻ കേസ് കൊടുക്കാൻ പോവാന്നും അതിനുവേണ്ടി നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ഒക്കെ എന്നോടൊന്ന് പറഞ്ഞതുവാ. പക്ഷെ എന്താ മോളെ, എന്തുണ്ടായി? എന്താണെങ്കിലും ശിഖ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മോൾ ഇവിടെ പറയുന്നതൊന്നും പുറത്ത് ആരും അറിയില്ല. അത് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അന്ന് ചാച്ചൻ എന്നെ കാണാൻ വന്ന ദിവസം രാത്രിയില് ഒരു ചാച്ചൻ കൂടെ കൊണ്ടുപോയിട്ട് എങ്ങനെ പോറ്റാനാ ഭാവം? ദേ, നിങ്ങളിപ്പൊ ചെയ്യുന്ന പോലെ കണ്ടവന്റെ എച്ചിലെടുക്കാനും പാത്രം കഴിയാനും ഒന്നും ഞാൻ എന്റെ മോളെ വിടുകയില്ല. എച്ചിലെടുത്തും പാത്രം കഴിയൊന്നുമല്ല ഇത്രയും കാലം ഞാൻ നിന്നെയും പിള്ളേരും പോറ്റിയത്. ഇവൾ എന്റെ കൂടെ വന്നാ നീ ഇപ്പൊ നോക്കുന്നതിനേക്കാൾ അന്തസ്സോടെ ഞാനിവിടെ നോക്കും. എന്നാ താൻ കൊണ്ടുപോക്കൂ. പക്ഷെ അതിനു മുമ്പ് കോടതിയിൽ ഈ കേസ് വാദിക്കാൻ താൻ ഏർപ്പാടാക്കിയ തന്റെ വക്കീലിന് തന്നോടെന്തോ പറയാനുണ്ടെന്നു. അല്ല മോനച്ച, രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെയല്ല ഈ കേസിന്റെ മൊത്തത്തിലുള്ളൊരു കിടപ്പ്. പിന്നീട് ആലോചിച്ചപ്പോഴേ എനിക്കതങ്ങോട്ട് പിടികിട്ടിയത്. നമ്മൾ ഇതെങ്ങനെയൊക്കെ വാദിച്ചാലും പ്രായപൂർത്തിയാകാത്ത കൊച്ചിനെ അതിന്റെ അമ്മയുടെ കൂടെ വിടാനായിരിക്കും ഒടുക്കം കോടതി വിധിക്കുക. മോനച്ചൻ അതുകൊണ്ട് തൽക്കാലം റോയിച്ചൻ പറയണമെങ്കിൽ കണ്ടവന്റെ കള്ളും വലിച്ചു മോന്തിയിട്ട് എന്നെ ഉപദേശിക്കാൻ വരുന്നു നിന്നെ. ആവേശം വേണ്ട. ഇനി ഇതുമായി മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ ഇപ്പൊ ഈ വക്കീലിരിക്കുന്ന കസേര ഇനി ഇരിക്കുന്നത് ഈ കേസിന്റെ വിധി പറയേണ്ട ജഡ്ജിയായിരിക്കും. ഓർത്തോ, ഈ നാട്ടിലെ നീതിയും നിയമവും ഒക്കെ പണവും സ്വാധീനമുള്ളവന് മാത്രമുള്ളതാ. അല്ലടാ, അതിന്റെയൊക്കെ അപ്പുറത്ത് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇനി അങ്ങേരും കൈവിടുകയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നിന്നെയൊക്കെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എന്റെ മോളെ കൊണ്ട് പോവും. മോളെ, അപ്പോ ചാച്ചൻ ഏറ്റവും കൂടുതൽ പകയുണ്ടായിരുന്നത് മോളുടെ അമ്മയോടായിരുന്നു അല്ലേ? അല്ല, ഇത്രയൊക്കെ ചെയ്തിട്ട് ഉള്ളാലെ അമ്മയെ വെറുക്കാൻ ചാച്ചൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. എല്ലാത്തിനും കാരണം റോയി അമ്മാച്ചനാന്നും അങ്ങേരില്ലാതായാല് നമുക്ക് സ്വസ്ഥായി ജീവിക്കാൻ പറ്റുമെന്ന് ചാച്ചൻ പലപ്പോഴും പറയുമായിരുന്നു. തൽക്കാലം എല്ലാവരും പൊയ്ക്കോ. എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വിളിക്കും. എന്തായി സാറേ, അറിയേണ്ടതൊക്കെ അറിഞ്ഞോ? കുറച്ചൊക്കെ അറിഞ്ഞു. ബാക്കിയുള്ളത് വഴിയേ അറിഞ്ഞോളൂ. താനിപ്പോ ചെല്ല്.
ശിഖ ധൈര്യമായിട്ട് പോയിക്കോ. ഇവിടെ ആരും മോളെ നിർബന്ധിപ്പിച്ച് ഒരു സിനിമയിലും അഭിനയിപ്പിക്കാൻ പോകുന്നില്ല. കാര്യങ്ങൾ നമ്മൾ ഊഹിക്കുന്ന പോലെയാണെങ്കിൽ അടുത്ത അറ്റംപ്റ്റ് ഈ റോയ്ക്ക് നേരെയാവുമല്ലേ? അതെ സർ, അതും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. ബട്ട് ഫ്രം വേർ? അതറിയില്ല. പക്ഷെ പ്രോബബ്ലി ദക്ഷയെയും ആഷ്ലിയെയും മോനച്ചനെയും കാൾ ക്രൂരമായി നീതി നിഷേധിക്കപ്പെട്ട ഒരാൾ. അങ്ങനെ ഒരാളാകും റോയുടെ ജീവനെടുക്കാൻ ഒരുങ്ങുന്നത്. അതാരെന്നറിയാൻ നമ്മൾ ഇനിയും ഇറങ്ങി ചെല്ലേണ്ടത് സാം ജോർജിലേക്കാണ്. സാം ജോർജിന്റെ ഭൂതകാലത്തിലേക്ക്. സർ. അച്ഛൻ കുഞ്ഞ്. അതെ സർ, പൊയിലക്കുഞ്ഞെന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയത്തുള്ളൂ. നിങ്ങളും കൊല്ലപ്പെട്ട സാം ജോർജും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? പ്രശ്നം അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു സാറേ. പിന്നെ സാം എന്തിനാ 2 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പേർക്ക് ചിങ്ങവനം സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തത്? നിങ്ങൾ ഏതാണ്ട് അയാളെ വഴി തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞു വന്നോ, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു വന്നോ? അത് പിന്നെ സാമിന്റെ പഴയ ഒരു കൂട്ടുകാരൻ സേതു എനിക്ക് വേണ്ടപ്പെട്ടവനായിരുന്നു. അവൻ വഴിയാണ് എനിക്ക് ഈ സാമിനെ പരിചയം. ആ സേതുവിനോട് അവൻ ചെയ്ത ചെയ്ത്ത് കണ്ട് സഹിക്കാഞ്ഞിട്ടാ സാറേ ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. എന്ത് ചെയ്ത്ത്? സേതുവിനോട് എന്ത് ചെയ്ത്താ സാം ജോർജ് ചെയ്തത്? യവനീ സാം ജോർജ് പള്ളത്തുനിന്ന് നീട്ടി വലിച്ച് പേര് വിട്ട് പത്രാസം കാണിച്ച് നടക്കുന്നതിന് മുൻപ് ഒരു കാലം ഉണ്ടായിരുന്നു സാറേ. അന്ന് പഴയ ഒരു സൗഹൃദത്തിന്റെ പേരിൽ പണിയൊന്നുമില്ലാതെ തെക്ക് വടക്ക് നടന്ന അവനെ വിളിച്ചുകൊണ്ട് പോയി കോട്ടയം ടൗണിലെ സ്വന്തം സ്ഥാപനത്തിൽ കൊണ്ടിരുത്തിയത് ഈ സേതുവാ. പിന്നെ അവൻ കച്ചവടത്തിൽ പങ്കുകാരനായി. സേതു അവനെ കണ്ണുടച്ചങ്ങ് വിശ്വസിച്ചു. പക്ഷെ അതെല്ലാം അവൻ മുതലാക്കുമായിരുന്നു. അധ്വാനിച്ചുണ്ടാക്കിയ മുതലും കച്ചവടവും മാത്രമല്ല, ഒരു പെങ്ങള് വെച്ചുണ്ടായിരുന്നതിന് മാനം കൂടി പ്രേമം നേടിച്ച് കൂട്ടുകാരൻ കവർന്നെടുത്തത് ഒത്തിരി വൈകിയ സാറേ സേതു അറിയുന്നത്. അപ്പോഴേക്ക് എല്ലാം കൈവിട്ടു പോയിരുന്നു, കൂടപ്പിറപ്പിന്റെ ജീവൻ പോലും. മിടുക്കനായിരുന്നു സാം. പണം തട്ടിയെന്നും കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് സേതുവിനെ അവൻ കേസിൽ കുടുക്കി. കാശ് വാരിയെറിഞ്ഞ് കോടതിയിൽ നിന്ന് ശിക്ഷയും വാങ്ങിച്ചു കൊടുത്തു. 3 കൊല്ലം തടവ്. ഈ അടുത്തിടയ്ക്കാ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. സാമിനെ ആരോ തീർത്തെന്ന് കേട്ടപ്പോ ഞാൻ ആദ്യം കരുതിയത് സേതു വന്ന. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം സേതു വന്നിരുന്നു നിങ്ങളെ കാണാൻ? വന്നായിരുന്നു. എന്നോട് കുറച്ച് കാശും ചോദിച്ചു. ഞാനത് കൊടുക്കുകയും ചെയ്തു. എവിടെയാളുടെ താമസം? എന്നെ കാണാൻ വന്നപ്പോൾ ഇല്ലിക്കൽ അടുത്തായിരുന്നു. പിന്നീട് അവിടുന്ന് മാറിയെന്നാ കേട്ട്. ഇപ്പൊ എവിടാന്ന് ഒരു അറിവുമില്ല. എന്നാ അച്ഛൻ കുഞ്ഞ് പോയിക്കോ. ആ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കും. ഓ. പിന്നെ എവിടെയും വെച്ച് സേതുവിനെ കണ്ട ഉടൻ വിളിച്ച് അറിയിച്ചേക്കണം. ഉവ്വ. അതിലൊരു സെന്റിമെന്റ്സും വിചാരിച്ചേക്കരുത്. സേതുനാഥൻ. അന്ന് ഈ കേസ് അന്വേഷിച്ചത് CA ചന്ദ്രശേഖരൻ സാറാ. പുള്ളിക്കാരന്റെ കേസ് ഫയൽ എന്ന് പറയുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വായിക്കുന്നത് പോലെയെന്ന് എല്ലാവരും പറയാറ്. പൊട്ടും പൊടിയും പോലും വിട്ടുപോകാതെ എല്ലാ അതീ കാണും. ഇതും പുള്ളിക്കാരൻ്റെ ഒരു രീതിയാണ്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് കേസിനെ കുറിച്ച് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ കളക്ട് ചെയ്ത് വെക്കുക. മിക്കതും ഉൾപേജിൽ ഒറ്റക്കോളം വാർത്തകളാ. എന്താ സാർ? ബർസോം പറഞ്ഞതുപോലെ മിക്ക പത്രങ്ങളിലും വന്ന വാർത്തകൾ വെറും ഇന്നർ പേജിലെ ഫില്ലറുകൾ മാത്രമായിരുന്നു. ബട്ട് ഫോർ ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അന്നത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് പത്രങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് ഒരേപോലെയുള്ള വാർത്തകൾ വന്നപ്പോ എങ്ങനെ ഇതിൽ മാത്രം വാർത്തയുടെ പ്രകൃതം മാറി? പക്ഷേ സാർ, ഇതിൽ അന്തിപത്രമാണ്. സ്പാർക്ക്. സാധാരണ അന്തിപത്രങ്ങളിൽ വരുന്ന വാർത്തകളുടെ ജെനുവിനിറ്റി എനിക്കും അറിയാം. പക്ഷേ കുറച്ചു മുമ്പ് നമ്മളോട് അച്ഛൻ കുഞ്ഞ് പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇതിലും എഴുതിയിരിക്കുന്നത്. അതായത് അച്ഛൻ കുഞ്ഞിനെ പോലെ തന്നെ സേതുനാഥിനെ വളരെ അടുത്തറിയാവുന്ന ആരോ ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനിരുദ്ധൻ. ഈ അനിരുദ്ധനെ നമുക്ക് കിട്ടണം. അതിന് ഹലോ,
എന്താടാ ഞാനിവിടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന്റെ റിപ്പോർട്ടിങ്ങിലാ. എന്താ സ്പാർക്കോ? ആ ഒരു അന്തിപത്രമാ. അതിലെ ഒരു അനിരുദ്ധൻ. എനിക്ക് അയാളുടെ ഡീറ്റെയിൽസ് അറിയേണ്ടത്. എടാ ഇവിടെ 5 സ്റ്റേജ് കവർ ചെയ്യാൻ ഞങ്ങൾ 2 റിപ്പോർട്ടർമാരെ ഓഫീസ് നയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ തിരക്കൊന്ന് കഴിയട്ടെ, ഞാൻ അന്വേഷിക്കാം. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, സ്പാർക്ക് എന്ന പേരിൽ ഒരു പത്രം ഇപ്പൊ കേരളത്തിൽ ഇറങ്ങുന്നില്ല. സർ, എസ് ഐ കബീറ. കബീർ സാർ, ഞാനിപ്പോ റോവിയുടെ വീടിന്റെ മുന്നിൽ നിൽക്കുന്നത്. അയാൾ രാവിലെ പുറത്തു പോയെന്നും എങ്ങോട്ട് പോയെന്ന് അറിയില്ലെന്നൊക്കെ അയാളുടെ ഭാര്യ പറയുന്നത്. ഇല്ല സാർ, ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നു. ഡ്രൈവർ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കുന്നില്ല. ശരി സാർ, അങ്ങനെ ചെയ്യാം. ഫോൺ ഓഫ് ചെയ്ത് ഈ കോപ്പനത് എങ്ങോട്ടാ പോയിരിക്കുന്നത്? ആയുസ് ഒടുങ്ങാൻ നേരത്ത് തോന്നുന്ന ഓരോ തോന്നലുകളെ